അങ്ങനെ ഒടുവിൽ എല്ലാ വഴികൾ അടഞ്ഞപ്പോ അനി ആത്മഹത്യാ ഭീഷണിയുമായി കനകയുടെയും ഗോവിന്ദന്റെയും മുന്നിലെത്തുകയാണ്. ഒരു മണ്ണെണ്ണയുടെ ക്യാനുമായിട്ടാണ് കേട്ടോ അനി എത്തിയിരിക്കുന്നത്. കനകയോടും ഗോവിന്ദനോടുമായിട്ട് അനി പറയുന്നുണ്ട്, ഞാൻ അവസാനമായിട്ട് ചോദിക്കാണ്, ഇനിയും നന്ദുവിന് എനിക്ക് തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങൾ ഒരുമിക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചെന്നെ ഞാൻ എന്റെ ജീവൻ എടുക്കും എന്ന അവസാനത്തെ കച്ചിത്തുരുമ്പെന്ന നിലക്ക് അനിക്ക് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത് മറ്റാരും അല്ലട്ടോ, നവ്യയുടെ കൂട്ടുകാരിയായിട്ടുള്ള നമിതയാണ്. അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് ഇങ്ങനൊരു നാടകം കളിച്ചാൽ എന്തായാലും അച്ഛനും അമ്മയും നന്ദുവും അനിയും തമ്മിലുള്ള ബന്ധത്തിന് സമ്മതിക്കുമെന്ന് നവ്യക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം നവ്യ നമിതയോട് പറയുന്നത്. അങ്ങനെ കടൽ തീരത്തിരുന്ന് ആത്മഹത്യ പോലും മുന്നിൽ കണ്ട് വിഷമിച്ചോണ്ട് നിൽക്കുന്ന അനിയുടെ അടുത്തോട്ട് നമിത വരുന്നുണ്ട്. അവിടെ വെച്ച് നമിത ഒരു അപരിചിതനെ പോലെ അനിയോട് അനിയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാണ്. ഒടുവിൽ അവസാനത്തെ വഴി എന്ന നിലയ്ക്ക് നമിത ഈ കാര്യം അനിയോട് പറയുന്നുണ്ട്. ആദ്യം അനി അത് വലിയ കാര്യമാക്കിയില്ല. പിന്നീട് അതിനെ കുറിച്ച് ആലോചിച്ചപ്പോ അനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആരും അറിയാതെ ഞാൻ ഇവിടെ വെച്ച് എന്തിനാ എന്റെ ജീവൻ അവസാനിപ്പിക്കുന്നത്? അതിനേക്കാൾ നല്ലത് ഞാൻ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ വെച്ച് തന്നെ അത് ചെയ്യുന്നതാ. ഇപ്പോ നന്ദുവിന് എന്നെ വേണ്ട. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ എന്നെ മറക്കാൻ ശ്രമിക്കുക. എന്തായാലും എനിക്ക് രണ്ടിലൊന്ന് അറിയണം. ഇതും പറഞ്ഞുകൊണ്ട് അനി നേരെ മണ്ണെണ്ണയും വാങ്ങിയിട്ട് കനകയുടെയും ഗോവിന്ദന്റെയും അടുക്കലേക്ക് ചെല്ലാണ്. പിന്നീട് അവിടെ സംഭവിക്കുന്നത് വമ്പൻ ട്വിസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് അനിയാണ്. അനി റൂമിലിരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അതേസമയം തന്നെ അടുക്കളയിലെ ജാനകി കോഫി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജാനകി അവന്തികയെ വിളിക്കാണ്. എന്നിട്ട് അവന്തികയോട് പറയുന്നുണ്ട്, മോളെ ഈ കോഫി അനിക്ക് മോള് തന്നെ കൊണ്ടുപോയി കൊടുക്ക്. അയ്യോ അമ്മായി ഞാനോ? ആ മോള് തന്നെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അനിക്ക് കോഫി കൊണ്ടു കൊടുക്കേണ്ടത് മോളല്ലേ? അമ്മായി എനിക്ക് അനിയേട്ടന് കോഫി കൊണ്ടുകൊടുക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ എന്നെ അനിയേട്ടൻ കണ്ടാൽ കടിച്ചു കീറും. എന്നോട് അത്രയ്ക്കും ദേഷ്യമാ. എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്തുകൊണ്ടാണെന്ന്. ഞാൻ അടുത്തോട്ട് ചെന്നാലേ എന്നെ ഇൻസൾട്ട് ചെയ്യും. മോളെ ആ ദേഷ്യം വേറൊന്നും കൊണ്ടല്ല, അനാമിക അവന്റെ തലേന്ന് ഒഴിഞ്ഞു പോയിട്ടില്ലല്ലോ, അതുകൊണ്ടാ. അങ്ങനെ ഒരു ബന്ധം ഒഴിഞ്ഞു പോകുന്നേക്കാളും മുമ്പ് നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തി വെക്കുമല്ലേ, അതിന്റെ ഒരു ദേഷ്യ ഇപ്പൊ അനി കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാലേ മോൾ അവന് ഒരുപാട് ഇഷ്ടമായിരിക്കും. ആ ദേ അതിലേക്ക് തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ കോഫി മോൾ കൊണ്ടുകൊടുക്ക്. ശരി അമ്മായി. അങ്ങനെ ആ കോഫിയുമായിട്ട് അവന്തിക അനിയുടെ മുറിയിലോട്ട് പോവാണ്. ഡോറ് ചാരി ഇട്ടേക്കാണ് കേട്ടോ. അവന്തികയാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ആ ഡോറ് തുറന്ന് അകത്തോട്ട് കടക്കുന്നുണ്ട്. ഡോറ് തുറന്ന ശബ്ദം കേട്ടിട്ട് അനി തിരിഞ്ഞു നോക്കുന്നുണ്ട്. അനിയേട്ടാ കോഫി. അവളുടെ ഒരു കോഫി. എന്താടി ഞാൻ നിന്നോട് പറഞ്ഞോ എനിക്കിപ്പോ കോഫി വേണമെന്ന്? പിന്നെ എന്തിനാ നീ കോഫി എടുത്തോണ്ട് ഇങ്ങോട്ട് എന്നളിത്? അതിനെങ്ങനെയാ കിട്ടിയ അവസരമൊക്കെ മുതലെടുക്കുമല്ലേ? എന്റെ അമ്മ കോഫി കൊണ്ടുവരുന്ന വഴിക്ക് നീ തട്ടിപ്പറിച്ച് വാങ്ങി വന്നതായിരിക്കും. ദേ അനിയേട്ടാ, ഞാൻ ആരുടെ കയ്യിൽ നിന്നും കോഫി സമ്മർദ്ദം ചെലുത്തി വാങ്ങിയിട്ടില്ല. അനിയേട്ടന്റെ അമ്മ തന്നെയാ എന്റെ കയ്യിൽ കോഫി തന്ന് അനിയേട്ടൻ ഇത് കൊണ്ടുതരാൻ പറഞ്ഞത്. ഹോ ഇപ്പൊ നിങ്ങളെല്ലാരും ഒറ്റക്കെട്ടാണല്ലോ, ഞാനാണല്ലോ ഇപ്പൊ പുറത്ത്. അനിയേട്ട അത് നീ മിണ്ടരുത്. അല്ല എന്റെ റൂമിൽ ചാരി ഇട്ടേക്കില്ലായിരുന്നോ? നിന്നോട് ആര് പറഞ്ഞു ഡോറിന് മുട്ടാതെ അകത്തോട്ട് കയറി വരാൻ? ഒരല്പം മാനേഴ്സ് അതില്ലാത്തവരെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അനിയേട്ടാ ഈ പറഞ്ഞതൊക്കെ അതിര് കടക്കുന്നുണ്ട്. ഒരു പെണ്ണിന്റെ മനസ്സിനെ വേദനിപ്പിക്കാവുന്നതിലും അപ്പുറമാവുന്നുണ്ട്. എടി നിന്റെ മനസ്സിനെ ആരാ വേദനിപ്പിച്ചത്? എന്റെ മനസ്സിന് വേദന അറിയാത്തതുകൊണ്ടാ നിങ്ങളുടെ മനസ്സിന് വേദന ഞാൻ കാണാത്തത്. അല്ലാതെ ഒരാളുടെ മനസ്സിലും കുത്തി നോവിക്കുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. അനിയേട്ടാ എനിക്ക് അനിയേട്ടനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ അനിയേട്ടനെ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. ആദർശേട്ടനെ പകർത്തി വെച്ച അനിയേട്ടനെ ആരാ ആഗ്രഹിക്കാത്തത്? നിർത്ത. നിനക്കറിയോ കുഞ്ഞുനാള് മുതലേ ഞാൻ എന്റെ സ്വന്തം അനിയത്തിയെ പോലെയാ നിന്നെ കണ്ടത്. ഛേ പെട്ടെന്ന് വെച്ച് വേറൊരു രൂപത്തിൽ നിന്നെ കാണുന്നത് പറഞ്ഞ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? പറ അവന്തിക. അനിയേട്ട ഇതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ? എന്ത് നാട്ടു നടപ്പ്? നീ നിന്റെ സ്വന്തം ചേട്ടനെ കെട്ടാൻ പറഞ്ഞ കെട്ടുവോ നീ? ഞാൻ ചോദിച്ചത് അബിയുടെ കാര്യമാണ്. അബിയെ കെട്ടാൻ പറഞ്ഞ നീ കെട്ടുവോ? നമുക്കിടയിൽ അച്ഛനും അമ്മയും വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ നിന്നെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. നീ എന്റെ സ്വന്തം അനിയത്തിയെ പോലെ എനിക്ക്. അത് ഇനിയെങ്കിലും മനസ്സിലാക്ക അവന്തികെ. എന്നാ ഇതൊക്കെ ഡോറിന്റെ തൊട്ടിപ്പുറത്ത് നിന്ന് നവ്യ കേൾക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നവ്യാണ് കേട്ടോ. ശോ പാവം അനി. അവന്റെ വിഷമങ്ങൾ മാത്രം ആരും കണക്കിലെടുക്കുന്നില്ല. എന്നാ എനിക്ക് ഉറപ്പുണ്ട് അവന് നന്ദുവിനെ ഇഷ്ടമാണെന്ന്. അവർ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ നേരെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവന്തിക ബെഡിലിരിക്കുന്ന അനിയുടെ ഷോൾഡറിൽ കൈ വെക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ അനി ആ കൈ തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, തൊട്ടു പോരുതന്നെ. അനിയേട്ടാ തൊട്ടു പോരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇനിയും നീ എന്റെ റൂമിൽ നിന്നാ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു എനിക്ക് പോലും അറിയില്ല. എന്റെ മുഴുവൻ സമനില തെറ്റി നിൽക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല.
എന്റെ മുറിന്ന്. അനിയേട്ടാ പോവാനല്ലേ പറഞ്ഞത്. ഇതും പറഞ്ഞ് അവന്തിക്ക് ആ റൂമിൽ നിന്ന് പുറത്താക്കാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോറ് ക്ലോസ് ചെയ്യാണ് അനി. അങ്ങനെ പെട്ടെന്ന് തന്നെ അനി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുവിനെ വീണ്ടും വിളിക്കാണ്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദുവിന്റെ റൂമിൽ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്ന് അനാമികയും അനിയും തമ്മിൽ കല്യാണം നടക്കുന്ന സമയത്ത് നന്ദു എങ്ങനെയായിരുന്നു അതേ ഭാവത്തിൽ തന്നെ നന്ദു വീണ്ടും മാറിയിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് അനിയുടെ കോള് നന്ദുവിന്റെ ഫോണിലോട്ട് വരുന്നത്. ഇത് കണ്ട് നന്ദു ആകെ വിഷമിക്കുന്നുണ്ട്. അയ്യോ, അവൻ വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ. ഫോൺ എടുക്കാതിരുന്ന അവൻ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പോലും പറ്റില്ല. പെട്ടെന്നാണ് കനക അകത്തോട്ട് കയറി വരുന്നത്. അല്ല നന്ദൂട്ടാ, ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു. ആണോ അമ്മേ? ഞാൻ കേട്ടില്ല. അല്ല, നിന്റെ ഫോണിൽ നിന്നല്ലേ? ഏയ് അല്ലമ്മേ, എന്റെ ഫോൺ എന്റെ കൈ തന്നെയുണ്ട്. ആണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. നന്ദൂട്ടാ, ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചെന്ന് കഴിക്കേ. ഏയ് എനിക്കിപ്പോ വേണ്ടമ്മേ, വിശപ്പില്ല. വിശപ്പില്ലെന്നോ? എടി പെണ്ണെ, ഇന്നലെ വരെ നിന്റെ വിശപ്പിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇന്നിതെന്തു പറ്റി? എന്തോ അറിയില്ല അമ്മേ, വിശപ്പ് തോന്നുന്നില്ല. നിന്റെ വിശപ്പില്ലായ്മയുടെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി. ദേ നന്ദുട്ടാ, ഞാനും ഗോവിന്ദേട്ടനും പറയാനുള്ളതൊക്കെ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. ദേ ഇപ്പൊ ആ ചെറുക്കന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോവാ. ഇപ്പൊ ആ പയ്യനെ ഒരുവിധം സമ്മതിച്ചെന്ന് അറിയാൻ പറ്റിയത്. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടേനെ. ദേ നന്ദുട്ടാ, നീ കാരണം എങ്ങാനും ആ പയ്യന്റെ മനസ്സ് മാറിയാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല. ഓ അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ കാരണം അവന്റെ മനസ്സെങ്ങനെ മാറാനാ? പിന്നെ അനിയുടെ എൻഗേജ്മെന്റും കല്യാണവും ഒക്കെ നിങ്ങൾ തന്നെ അങ്ങ് കൂടിയാ മതി. എന്നെ അതിലോട്ട് വലിച്ചേക്കണ്ട. അപ്പൊ പിന്നെ അനിക്കെന്നെ കാണേണ്ടി വരില്ലല്ലോ. അവസാനായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ അനിയുടെ പേരും പറഞ്ഞ് എന്നെ ഇങ്ങനെ അമ്മ ടോർച്ചർ ചെയ്യരുത്. ഇത് സഹിക്കാവുന്നതിലപ്പുറം ആവുന്നുണ്ടമ്മേ. ഓ തന്നെ നീ എന്ത് പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും. അതിന് നിനക്ക് എന്നെ ജയിലിൽ അടക്കണം എന്നുണ്ടെങ്കിലേ നീ അതും വേണമെങ്കിൽ അയക്കോ, എന്നാലും ഞാൻ പറയും. അപ്പോഴാണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത്. കനകെ, നീ രാവിലെ തന്നെ മോളുമായിട്ട് വഴക്ക് തുടങ്ങിയോ? എന്റെ ഗോവിന്ദേട്ടാ, ആ പെണ്ണിന്റെ മുഖവും ഭാവവും നടത്തവും ഒക്കെ കണ്ടോ? അന്ന് അനിയും അനാമികയും തമ്മിൽ കല്യാണം ഉറപ്പിച്ചില്ലേ? ആ സമയത്ത് ഇവൾ ഇതുപോലെ ആയിരുന്നു. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കില്ല, ആരോടും മിണ്ടില്ല, അതേ കണക്കാവുക വീണ്ടും. അതിന് മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ കനകെ? സംഭവിച്ചിട്ടില്ല. പക്ഷേ അവൻ വീണ്ടും ഒരുത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടല്ലോ, ആ നിരാശയില അവള്. എന്നാലും നമ്മളൊക്കെ ഇത്രയും പറഞ്ഞിട്ട് അവക്ക് എന്തോ ഒന്നും മനസ്സിലാവാത്തത് ഗോവിന്ദേട്ടാ. കനകെ, ഈ പേരും പറഞ്ഞ് നീ മോളെ ഇങ്ങനെ കുത്തി നോവിക്കാതെ. ഓ, അച്ഛനും മോൾക്കും എപ്പോഴും ഞാനാ പ്രശ്നക്കാരി. അച്ഛനും മോളും അനുഭവിച്ചോ. അവസാനം കനക പറഞ്ഞതായിരുന്നു ശരിയെന്ന് നിങ്ങൾക്കൊക്കെ തോന്നും. ഇതും പറഞ്ഞോണ്ട് കനക എവിടുന്ന് പോവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനിയാണ് കേട്ടോ. അനിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആദർശിന്റെയും നയനയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. ആദർശ് എന്തോ കാര്യമായി ലാപ്ടോപ്പിൽ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അനി അങ്ങോട്ട് കയറി വരുന്നത്. ഏട്ടാ. അനി, നീയോ? വാ ഇരിക്കി. ഞാൻ ഇരിക്കാൻ വന്നതല്ല, ചിലതൊക്കെ ഏട്ടനോടും ഏട്ടത്തിയോടും പറയാൻ വേണ്ടി വന്നതാ. എന്താ അനി ഇത്? നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുവാണോ? ഏട്ടത്തിക്കെന്താ ഞാൻ ഇവിടെ വന്നത് ഇഷ്ടമായില്ലേ? അയ്യോ, നീ ഇവിടെ വന്നത് എനിക്കെന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ? അനി, നീ എന്തൊക്കെയാ പറയുന്നത്? നയനിക്ക് നീ ഇവിടെ വരുന്നതിൽ ഇഷ്ടക്കേടുണ്ടാവോ? അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഏട്ടത്തിക്ക് മാത്രമല്ല, ഏട്ടനും ഞാൻ ഇവിടെ വരുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അനി, നീ അനാവശ്യം പറയരുത്. അനാവശ്യം പറയുന്നതും പ്രവർത്തിക്കുന്നതൊന്നും ഞാനല്ല, നിങ്ങളൊക്കെയാണ്. ഒരു ചെറുപ്പക്കാരന്റെ ഇഷ്ടം മനസ്സിലാക്കാതെ അവന് ഇഷ്ടമല്ലാത്ത ഒരുത്തിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. അതും ഇത് ആദ്യത്തെ തവണയല്ല, 2ാം തവണയാ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. എടാ അനി, ആദ്യത്തെ ബന്ധം പോലെയല്ല ഈ ബന്ധം. അനാമിക അവരുടെ അച്ഛനും അമ്മയൊക്കെ പണത്തെ മാത്രം ആഗ്രഹിച്ചു വന്നവരാ. പക്ഷെ അവന്തികയുടെ കാര്യം അങ്ങനെയല്ല. എങ്ങനെയല്ലെന്ന്? ഇപ്പം മൂർത്തി ജ്വല്ലറിയുടെ MD ഞാനാ. ആ സ്ഥാനം മോഹിച്ച് തന്നെയായിരിക്കും അവളിപ്പം എന്നെ കെട്ടാൻ ഇറങ്ങിയേക്കുന്നത്. അപ്പൊ നയന പറയുന്നുണ്ട്, അനി അങ്ങനെ ആവാൻ വഴിയില്ല. അവന്തിക നല്ല കുട്ടിയാ. അബിയുടെ സ്വഭാവ ദൂഷ്യമൊന്നും അവന്തികയ്ക്ക് കിട്ടിയിട്ടില്ല. ആര് പറഞ്ഞു? ഒരു അയർലാൻഡ് പോയെന്ന് കരുതിയിട്ട് അവള് വലിയ പരിശുദ്ധിയുള്ളവളൊന്നും ആവത്തില്ല. വെറും 2 കൊല്ലം കൊണ്ട് അവളുടെ സ്വഭാവം പാടെ അങ്ങ് മാറി. എന്താ, അവൾ അവിടെ ആശ്രമത്തിലായിരുന്ന കിടന്നത് സ്വഭാവം നന്നാക്കാൻ. അപ്പൊ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അനി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഏട്ടാ, ഏട്ടന് ഇഷ്ടമല്ലാത്തൊരു വിവാഹമാണ് നടന്നതെങ്കിലും ഏട്ടൻ ചോദിച്ച ഹൃദയം പോലും തരുന്ന ഒരു പെൺകുട്ടി ഏട്ടന് കിട്ടിയത്. പക്ഷെ എനിക്കാദ്യം കിട്ടിയവൾ അങ്ങനെയായിരുന്നോ? അല്ല, അവള് ഹൃദയമല്ല മറ്റുള്ളവർക്ക് കൊടുത്തത്. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. അനി, എടാ നീ ഒന്ന് കൂളാവ്. ഒന്ന് ഇവിടെ ഇരിക്കേ. ഏട്ടാ, ഞാൻ ഇരിക്കാനല്ല വന്നത്, എനിക്ക് അതിനുള്ള സമയമില്ല. എന്റെ ഏട്ടൻ എല്ലാം എനിക്ക് നേടിത്തരുന്നവനാ, കുഞ്ഞുനാൾ തൊട്ടേ. പക്ഷെ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ മാത്രം എനിക്ക് നേടിത്തരാൻ ഏട്ടന് പറ്റിയില്ല. അതെങ്ങനെയാണ് ഞാൻ നേടിത്തരിക? കാരണം അതിന് വിലക്കുകളായിട്ട് ചുറ്റിലും ആളുകളല്ലേ. മതിയേട്ടാ, എനിക്കെല്ലാം കൊണ്ട് തൃപ്തിയായി. എന്റെ ജീവിതം മറ്റുള്ളവർക്ക് നിയന്ത്രിക്കാനുള്ളൊരു ചങ്ങലയായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇനി നിങ്ങളെല്ലാരും കൂടി തീരുമാനിക്ക്, ഞാൻ ഇനി അടുത്തതാരെ കെട്ടേണ്ടതെന്ന്. ഇവളെ കഴിഞ്ഞ അടുത്ത ആളെയും നിങ്ങൾ കാണിച്ചു തരില്ല അതുപോലെ. ആ സമയത്ത് ഞാൻ അവളെയും കെട്ടാം.
അങ്ങനെ കെട്ടി 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 ഒരു മുഴുപ്രാന്തനായി മാറട്ടെ ഞാൻ. ഇതും പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആദർശ് പിന്നിൽ ഓടിച്ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നയന ആദർശിന്റെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ആദർശ് പറയുന്നുണ്ട്, നയനെ അവൻ മനസ്സ് വിഷമിച്ചോണ്ടാ പോയത്. പോട്ടെ ആദർശേട്ടാ, ഇപ്പൊ അനിയെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനോ തിരുത്താനോ പറ്റില്ല. ഇപ്പൊ ആദർശേട്ടന് മനസ്സിലായില്ലേ, അനിയുടെ മനസ്സിന്ന് നന്ദുവിനെ എടുത്ത് കളഞ്ഞിട്ടില്ല അവൻ. നമുക്കിനി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. അല്ലാതെ അവൻ ഇപ്പൊ തടയാൻ പോയിട്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്യാനാ നയനെ, അവർ തമ്മിലുള്ള വിവാഹം നടക്കില്ലല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആദർശേട്ടാ, നമുക്കൊന്ന് മുത്തശ്ശനോട് സംസാരിച്ചാലോ? മുത്തശ്ശനോട് ഈ കാര്യം സംസാരിച്ച് അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമുള്ളൂ. ചവിട്ടി പുറത്താക്കും എന്നെ. അത്രത്തോളം ദേഷ്യ മുത്തശ്ശൻ എന്നോടിപ്പോ. പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് ചെല്ലുക? അത് മാത്രമാണോ, നിന്റെ അച്ഛനും അമ്മയും കട്ടയ്ക്ക് നിൽക്കല്ലേ? അവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന്? അനി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പരസ്പരം ഇത്രത്തോളം അടുത്ത രണ്ട് വ്യക്തികളെ തമ്മിൽ അടർത്തി മാറ്റല്ലേ നയനെ നമ്മൾ ചെയ്യുന്നത്? നയനെ, ഇനി മുത്തശ്ശൻ സമ്മതിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ. നിന്റെ അച്ഛനും അമ്മയും ഈ കല്യാണത്തിന് സമ്മതിക്കണം. പക്ഷേ അവര് സമ്മതിക്കില്ലല്ലോ. എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തെത്തണം. നീ വാ. അങ്ങനെ ആദർശം നയനയും കൂടി നയനയുടെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് നവ്യയും നമിതയാണ് കേട്ടോ. നമിതെ, ഈ കാര്യത്തിലും കൂടി നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. എന്തൊക്കെയാ നവ്യ നിന്റെ ജീവിതത്തിൽ നടക്കുന്നത്? ഒരു പ്രശ്നം തീരുമ്പോഴേക്കും അടുത്ത പ്രശ്നം വരുവാണല്ലോ. നമിതെ, നിനക്കറിയാലോ ഈ പ്രശ്നത്തിലൊന്നും തലയിടേണ്ട ആവശ്യം എനിക്കില്ല. എന്നാലും ഞാൻ ചെയ്തു കൂട്ടിയതിനൊക്കെ ഇതൊരു പ്രായശ്ചിത്തമായാലോ? അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നീ ചെയ്യുന്നതിനോടൊക്കെ ഞാൻ 100% യോജിക്കുന്നുണ്ട്. കാരണം നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാ. ആലോചിച്ചിട്ട് എന്റെ മുന്നിൽ ഈ ഒരു വഴി മാത്രമേ തെളിയുന്നുള്ളൂ. അതുകൊണ്ടാ ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞത്. എന്തായാലും നേരിട്ട് പോയിട്ട് ഈ ഐഡിയയെക്കുറിച്ച് എനിക്ക് അനിയോട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ നിന്റെ ഹെൽപ്പ് ചോദിച്ചത്. അതിനെന്താ നവ്യെ, ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ഒരുമിക്കണം. അതിനെന്നാൽ കഴിയുന്ന എന്ത് സഹായം വേണമെങ്കിലും ഞാൻ നവ്യക്ക് ചെയ്തു തരും. പിന്നെ അനിയുടെ കാര്യങ്ങളൊക്കെ കേട്ടതിനു ശേഷം അനിയുടെ വിഷമവും സഹതാപവും ഒക്കെ തോന്നുന്നത്. ഞാനെന്തായാലും ഈ കാര്യം അനിയോട് പറയും. പിന്നെ നന്ദുവിനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഐഡിയ വർക്ക് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവൻ തന്നെയാ. അവന് നന്ദുവിനെ വേണം നമിതേ, അതെനിക്ക് ഉറപ്പുണ്ട്. അവര് തമ്മിൽ ഇപ്പോഴും സ്നേഹമുണ്ട്. അവര് തമ്മിൽ അടർത്തി മാറ്റാൻ പറ്റില്ല. എന്നിട്ടും പലരും ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റാൻ ശ്രമിക്കുക നമിതേ. അതെന്തായാലും നടക്കാൻ പാടില്ല. എന്റെ ഭർത്താവിന്റെ അനിയത്തിയാണ് അവന്തിക. പക്ഷെ അവളുടെ സ്വഭാവം അത്ര നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. 1.5 കൊല്ലത്തിന് ശേഷം അയർലാൻഡിൽ നിന്ന് ഒരു ദിവസം വന്നിട്ട് പെട്ടെന്ന് സ്വഭാവമൊക്കെ മാറിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ നമിതേ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത് തന്നെ പച്ച കള്ളവാ. പിന്നെ അനന്തപുരിക്കാര് സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങുന്നവരായതുകൊണ്ട് അവരെ ആർക്കും പറ്റിക്കാൻ പറ്റും. എന്തായാലും പറഞ്ഞ പോലെ നമിതേ, ഈ കാര്യം എന്തായാലും അനി അറിയണം. അവസാനത്തെ കച്ചിത്തുരുമ്പെന്ന നിലയ്ക്ക് ഈ ഐഡിയ അവൻ വർക്കാക്കുവാണെന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും നന്ദുവിനെ കിട്ടും. അതെനിക്ക് ഉറപ്പുണ്ട്. അച്ഛനും അമ്മയും സമ്മതിച്ച മുത്തശ്ശൻ എന്തായാലും സമ്മതിക്കും. അതുകൊണ്ട് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. അനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ അനന്തപുരിക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അനിയോടൊപ്പം തന്നെയായിരിക്കും എല്ലാവരും. ഈ പറഞ്ഞ അനിയുടെ അമ്മയും അതുപോലെ തന്നെ ആയിരിക്കും. എന്തായാലും നിന്റെ ഐഡിയ കൊള്ളാം. പക്ഷേ കുറച്ച് കടന്ന കൈയാവോന്ന് എനിക്ക് തോന്നുന്നു. കടന്ന കൈയാകും. അങ്ങനെ കടന്ന കൈയായാലേ എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആരും അത് മൈൻഡ് ചെയ്യില്ല. ശരി, എന്നാ പിന്നെ ഞാൻ പോട്ടെ നമിതേ. എന്നെ ആ പൂവാലൻ തിരക്കും. എന്റെ ഭർത്താവുണ്ടല്ലോ കാട്ടുകോഴി, അവനിപ്പോ ഓഫീസിൽ ഏതെങ്കിലും പെമ്പിള്ളാരുടെ കൂടെ ശൃംഗരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവനുള്ള പണി ഓരോന്നോരോന്നായിട്ട് ഞാൻ കൊടുത്തോണ്ടിരിക്കുക. ശരി നവ്യെ, നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെ അവര് രണ്ടുപേരും കൂടി അവിടെ നിന്ന് പിരിയുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശിനെയും നയനിയാണ്. ആദർശൻ നയനി ഇപ്പോൾ നയനിയുടെ വീട്ടിലെത്തിയിരിക്കാൻ കേട്ടോ. കാർ അവിടെ നിർത്തുന്ന ശബ്ദം കേട്ടിട്ട് ഗോവിന്ദന് പുറത്തോട്ട് വരുന്നുണ്ട്. ആഹാ, ആരൊക്കെ ഇത്? കനകേ, ഇങ്ങ് വന്നേ. ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ. ആരാ ഗോവിന്ദേട്ടാ? അയ്യോ, മോളോ? മോൾ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും അങ്ങോട്ട് വരില്ലായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ. പിന്നെന്താ ഇങ്ങോട്ട് വന്നാല്? വരുന്നോട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനും കൂടി ശ്രദ്ധിക്കണം. എന്റെ കനകെ, മോനും മോളും കൂടി വീട്ടിലോട്ട് വന്നിട്ട് അവിടെ നിർത്തി സംസാരിക്കാണോ? അവരെ അകത്തോട്ട് വിളിക്ക്. മോനെ വാ, മോനെ വാ, ഇങ്ങോട്ടിരിക്കെ. ഇതും പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരെയും ഇരുത്തുന്നുണ്ട് കേട്ടോ. അല്ല, രണ്ടുപേരെന്താ വിശേഷിച്ച്? എന്തെങ്കിലും പറയാൻ വന്നതാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ടമ്മേ, അമ്മ ഇവിടെ നിൽക്ക്. എന്താ മോനെ? അല്ല, നിങ്ങളെന്താ ഒന്നും പറയാത്തത്? അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ പറയാം. അമ്മേ, അത് പിന്നെ നന്ദു എവിടെ? നന്ദൂട്ട മുറിയിലുണ്ട്. മുറിയിൽ എന്തെടുക്കുക? എനിക്കറിഞ്ഞൂടാ. ഇന്നലെ ഒരു ഫൈറ്റ് നടന്നല്ലോ, അതിന്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. 2 ദിവസം ലീവ് എടുത്തിരിക്കുകയാണോ? എന്താ, നന്ദൂട്ടനെ വിളിക്കണോ? വേണ്ടമ്മേ, എനിക്ക് അച്ഛനും അമ്മയോട് ഒരു കാര്യം പറയാനുള്ളത്. കാര്യം എന്താന്ന് വെച്ചാ പറയുന്നതിനെ. വെറുതെ മനുഷ്യൻ ഇങ്ങനെ ഇട്ട് ടെൻഷൻ എടുപ്പിക്കാതെ. അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോനെ ആദർശേ, എന്താ കുഴപ്പം?
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ അച്ഛാ. എന്താ? അയ്യോ, കുഞ്ഞിനെന്തെങ്കിലും? അയ്യോ അമ്മേ, കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എന്താ നിങ്ങൾ പറയാൻ വന്നത്? എന്തെങ്കിലും ഒന്ന് പറ. അമ്മേ, ഞാനും ആദർശേട്ടനും വന്നത് നന്ദുവിന്റെ അനിയുടെയും കാര്യം പറയാനാ. ഓ, നന്ദുവിന്റെ അനിയുടെ കാര്യം പറയാനായിരുന്നു. മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അമ്മേ, അത് സീരിയസ് ആയി കാണേണ്ട കാര്യം തന്നെയാണ്. ഇനി എന്തിനാ അത് സീരിയസ് ആയിട്ട് കാണുന്നത്? എനിക്കിപ്പോ എൻഗേജ്മെന്റ് ഉറപ്പിച്ചില്ലേ ജലജയുടെ മകളുമായിട്ട്. ഇനിയിപ്പോ എന്താ പേടിക്കാനുള്ളത്? ആ കല്യാണം അങ്ങ് നടന്നോളും. പിന്നെ നന്ദൂട്ടന്റെ കാര്യത്തിൽ പേടിക്കാനില്ല. നന്ദൂട്ടന് വേറെ വിവാഹം നോക്കാം. അമ്മേ, അനിയുടെ ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. തോന്നുന്നില്ലെന്നോ? അതെന്താ? എന്തു പറ്റി? അവൻ ആ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു. അവൻ വേണ്ടെന്ന് തന്നെയാ പറയുന്നത്. പൂർണ്ണമായിട്ട് എതിർക്കുക. ഷോ, ഈ അനിയുടെ എന്തും ഭാവിച്ചാ അവന്റെ രണ്ടാം വിവാഹമല്ലേ? അതും കൂടി ഒന്ന് അവൻ കണക്കിലെടുക്കണ്ടേ? കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു ബന്ധമല്ലേ ഇത്? അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അമ്മയും അച്ഛനും കേൾക്കാൻ പറയുക. ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് മറ്റൊന്നുമല്ല, അനിയെയും നന്ദുവിനെയും ഒരുമിപ്പിക്കുന്ന കാര്യമാണ്. ഇത് കേട്ടപ്പോ കനകയ്ക്ക് ദേഷ്യം വരാനിട്ടോ. മോനെ ആദർശേ, ഈ കാര്യം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ? ഇതിനു മുമ്പും ഇതേക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു വന്നപ്പോഴും അതിനുള്ള മറുപടി ഞങ്ങൾ തന്നതല്ലേ? ആദർശമോന്റെ മുത്തശ്ശനും മുത്തശ്ശിയും വന്നപ്പോഴും ഇതേ മറുപടി തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളതും. അതിനപ്പുറത്തേക്ക് ഇന്നും ഞങ്ങൾക്കൊരു വാക്കില്ല, അല്ലേ ഗോവിന്ദേട്ടാ? മോനെ ആദർശേ, ഈ ബന്ധം നടക്കാൻ പാടില്ല. ഇനിയും മൂന്നാമതൊരാളെയും കൂടി അങ്ങോട്ട് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് വയ്യ. ഇപ്പൊ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ. അനിയുടെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ ഇങ്ങനൊരാൾ ആ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയാ സംഭവിക്കാന്ന് അറിഞ്ഞൂടെ? ഈ കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ മോനും മോളും ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരണ്ടിയില്ലായിരുന്നു. അപ്പൊ നയന പറയുന്നുണ്ട്, എന്നാലും അച്ഛനും അമ്മയ്ക്കും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചൂടെ? ഞങ്ങൾ ഈ കാര്യത്തിൽ ഇനി ഒന്നും ആലോചിക്കില്ല. ദേ നയനമോളെ, നന്ദൂട്ടൻ കേട്ട് വരുന്നേക്കാളും നല്ലതേ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നതാ. മോനെ ആദർശേ, അനിയുടെ മനസ്സ് ഞങ്ങൾക്കറിയാം. അനിമോനെ എത്രത്തോളം ഞങ്ങളുടെ മോളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷേ എന്തോ ഇത് നടക്കാൻ പാടില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അനി എത്ര നല്ല സ്വഭാവമാണെന്ന് എനിക്കും ഗോവിന്ദേട്ടനും അറിയാം. പക്ഷെ എല്ലാരെയും വെറുപ്പിച്ച് എന്റെ മൂന്നാമത്തെ മോളെയും കൂടി അങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. ഈ കാര്യം നിങ്ങൾ ഇനി ഞങ്ങളോട് പറയരുത്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കാര്യം പറഞ്ഞ് ഒരിക്കലും ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. അനി ഇടയ്ക്ക് വീട്ടിൽ വന്നിരുന്നു. അനിയന് വേണ്ടി ഏട്ടനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് വിഷമിച്ചു. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്കും പറ്റിയില്ല. അവന്റെ വിഷമം കണ്ടപ്പോൾ നയനയാ പറഞ്ഞത്, ഒരിക്കൽ കൂടി അച്ഛനും അമ്മയുടെ ഈ വിവരം ഒന്ന് ധരിപ്പിക്കാന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇനി ഒരിക്കലും ഈ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. നയനെ, നമുക്ക് പോവാം. ആദർശേട്ടാ, വാ പോവാം. അങ്ങനെ നയനയും ആദർശം അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട്, കനക്കെ അവർക്ക് വിഷമായെന്ന് തോന്നുന്നു. വിഷമാവട്ടെ ഗോവിന്ദേട്ടാ, എന്തായാലും എനിക്ക് നന്ദുവിന് വിവാഹം കഴിച്ചു കൊടുക്കില്ല. അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ. അല്ലേനും എനിക്ക് ആദ്യം പണത്തോട് കാർത്തിയുണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് ഇപ്പം അങ്ങനെ ഒന്നുമില്ല. എനിക്ക് പണ്ട് പണത്തോട് ആർത്തിയാണെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടുകാരൊക്കെ അത് പാടി നടക്കുക. മൂന്നാമത്തെ മകളെയും അങ്ങോട്ട് വിവാഹം കഴിച്ചിട്ട് ആ സൽപ്പേര് നിലനിർത്താൻ എനിക്ക് ആഗ്രഹമില്ല. നല്ലൊരു കുടുംബത്തിലേക്ക് മോളെ കെട്ടിച്ചയക്കണം. അത് സാമ്പത്തികമായിട്ട് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നല്ല കുടുംബമായിരിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. നല്ല സ്വഭാവമുള്ള ഒരു മരുമകൻ, അത്ര മതി എനിക്ക്. ഇതും പറഞ്ഞ് കനകി അവിടുന്ന് പോവാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനിയാണ്. സമയം ഏകദേശം രാത്രിയായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിൽ ഒരു കടൽ തീരത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് കടലിലെ തിരമാല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. കടലിലോട്ട് തന്നെ നോക്കി നിൽക്കാണ് അനി. പെട്ടെന്നാണ് നമിതയെ കാണിക്കുന്നത്. നമിത അനിയെ ഫോളോ ചെയ്ത് ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. അനി എവിടെ ഇരിക്കുന്നതെന്ന് നമിത അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ഒരു പാറക്കല്ലിന്റെ സൈഡിലായിട്ട് തിരമാലകൾ നോക്കി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അനിയെ നമിത കാണുന്നത്. അത് അനിയല്ലേ? പാവം, ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കുക. ഇതും പറഞ്ഞുകൊണ്ട് നമിത നേരെ അനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അനിയുടെ ഷോൾഡറിൽ ഒന്ന് കൈ വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അനി നമിതയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ആരാ? പേടിക്കണ്ട, ഞാൻ അമിത. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവില്ല? അതിന് നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ അനി സാറെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, പക്ഷെ സാർ എന്നെ കണ്ടിട്ടില്ല. അല്ല, എന്റെ പേരെങ്ങനെ? അത് നല്ല ചോദ്യം. അനി സാറ് വലിയൊരു കമ്പനിയുടെ MD അല്ലേ? പേരെടുത്ത മൂർത്തി സ്റ്റീലറിയുടെ MDയെ ആരെങ്കിലും അറിയാതിരിക്കോ? നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തില് ഇവിടെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അല്ല, ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുക. അനി സാറ് ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നു. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനുഷ്യർക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതെനിക്ക് മനസ്സിലായി. സാറിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്നാ ചോദിച്ചത്. അതിന് എന്റെ പ്രശ്നം ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ എനിക്ക് അറിയ പോലും ഇല്ല. അങ്ങനെ ഒരാള് ഞാൻ പ്രശ്നം പറഞ്ഞ പരിഹരിച്ചു തരുമോ? ചിലപ്പോ എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയതാണെങ്കിലോ? ദേ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും എന്റെ അടുത്തോട്ട് വന്നത്. പക്ഷേ എന്റെ മൈൻഡ് ഇപ്പോൾ ഒട്ടും ഓക്കെയല്ല. വീട്ടിൽ നിന്ന് ഒരല്പം സമാധാനം കിട്ടാനാ ആരുമില്ലാത്ത സ്ഥലം നോക്കി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് നിങ്ങളെപ്പോലുള്ളവരൊന്നും പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്.
ഒന്ന് പോയി തരണം സാറേ. സാറ് പറഞ്ഞ പോലെ ഞാൻ പോയി തരുമൊക്കെ ചെയ്യാം. പക്ഷേ സാറിന്റെ പ്രശ്നം എന്നോട് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഉപായം പറഞ്ഞു തരാൻ പറ്റിയാലോ? ഷോ, ഇത് വലിയ കഷ്ടമാണല്ലോ. എന്റെ പ്രശ്നം എന്തായാലും തനിക്ക് പരിഹരിക്കാൻ പറ്റിയതല്ല. താനൊന്ന് പോവാൻ നോക്കിയേ. അപ്പൊ സാറൊന്നും പറയില്ല. എന്നാ പിന്നെ സാറിന്റെ പ്രശ്നം ഞാൻ പറയാം. ജീവന തുല്യം സ്നേഹിച്ച കാമുകിയെ നഷ്ടപ്പെടുത്തി ഒരുത്തിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. അവൾ എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത പെണ്ണും കൂടി വന്നു അല്ലേ? ഈ വരുന്ന സൺഡേ സാറിന്റെ എൻഗേജ്മെന്റ് ആണ്. അത് എങ്ങനെയെങ്കിലും മുടക്കണം. സാറ് സ്നേഹിക്കുന്ന പെൺകുട്ടിയെ സാറിന് കിട്ടണം. അതല്ലേ വേണ്ടത്? അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? നിങ്ങൾ ആരാ? സാറേ, ഞാൻ ആരാണെന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ ആരാന്നുള്ളതിൽ ഒരു പ്രസക്തിയുമില്ല. ഇപ്പൊ സാറിന്റെ ലക്ഷ്യം നടക്കണം. എന്തായാലും സാറിന്റെ ശത്രുവല്ല, മിത്രം തന്നെയാ. അത് മനസ്സിലാക്കിയാൽ മതി. അല്ല, നിങ്ങളെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റുമെന്നാ? എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ പറയാം. അല്ല, നിങ്ങൾക്ക് എങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ അറിയാം? നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. നന്ദുവിനെ അറിയാവുന്ന ആളാണോ? നന്ദു പറഞ്ഞയച്ചതാണോ? അതൊന്നും ഞാൻ പറയില്ല. അനിക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും കാണാം. പക്ഷേ ശത്രുവായി കാണരുത്, മിത്രമായി മാത്രമേ കാണാവൂ. അനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ചെയ്താൽ മതി. ഇപ്പൊ അനിസാർ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. മനസ്സിനെ കൂടുതൽ ഓരോന്നാലോചിച്ച് വിഷമിപ്പിക്കാം. അവസാനം മനസ്സുമെടുത്ത് വല്ല കടുങ്കൈ ചെയ്യും. അതിലൊന്നും ഒരു കാര്യമില്ല സാറേ. ഞാൻ എന്തായാലും ഒരു ഐഡിയ പറഞ്ഞുതരാം. അവസാനത്തെ കച്ചിത്തുരമ്പെന്ന നിലക്ക് ഒരു ഐഡിയ. ഈ ഐഡിയ വർക്കായ ചിലപ്പോൾ സാറിന് നന്ദുവിനെ കിട്ടും. ചിലപ്പോന്നല്ല, 99% കിട്ടാൻ തന്നെയാ സാധ്യത. നിങ്ങൾ എന്തൊക്കെയോ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനിസാറേ, സാറിന് നന്ദുവിനെ കിട്ടണ്ടേ? എനിക്ക് നന്ദുവിനെ വേണം. ഞാൻ അത്രത്തോളം നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നന്ദുവിനെ മാത്രമല്ല, നന്ദു എന്നെയും സ്നേഹിക്കുന്നുണ്ട്. അതറിയാവുന്നതുകൊണ്ടും നിങ്ങൾ പരസ്പരം ഒന്നിക്കണം എന്നുള്ളതുകൊണ്ടാ ഞാൻ ഈ ഐഡിയ അനിയോട് പറയുന്നത്. അല്ല, നിങ്ങളെന്താ പറയാൻ പോകുന്നത്? പറയാം. ഇതും പറഞ്ഞിട്ട് പിന്നീട് നമിത പറയുന്നതൊന്നും അവിടെ കാണിക്കുന്നില്ല കേട്ടോ. അതായത് ചുണ്ടിങ്ങനെ അനങ്ങുന്ന രീതിയിൽ കാണിക്കുന്നുണ്ടെന്നല്ലാതെ അവിടെ ഫുള്ള് സൈലന്റ് ആക്കുകയാണ്. എല്ലാം കേട്ടതിന് ശേഷം അനി പറയുന്നുണ്ട്, ഇതൊന്നും നടക്കില്ല. ആര് പറഞ്ഞ് നടക്കില്ലെന്ന്? എനിക്ക് തോന്നുന്നത് ഇത് വർക്കാവുന്നത് തന്നെയാ. എന്തായാലും അനിയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത ആഴ്ച അനിയുടെയും അവന്തികയുടെയും എൻഗേജ്മെന്റാ, ഒരു ഉറപ്പിക്കല്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കാന്ന് അറിയാലോ. എന്തായാലും ഈ ഐഡിയ അനിസാറിന് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. ഇല്ലെങ്കിൽ അത് തള്ളിക്കളയാം. ഞാൻ എന്തായാലും ഇത് പറയാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നത്. ഇനിയൊക്കെ സാറിന് തീരുമാനിക്കാം. ശരി സാറേ. ഇതും പറഞ്ഞ് നമിത പോവാണ് കേട്ടോ. അങ്ങനെ നമിതയെ വീണ്ടും അനി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമിത അത് മൈൻഡ് ചെയ്യാതെ അവിടുന്ന് പോകുന്നുണ്ട്. അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇനിയിപ്പോൾ അത് വർക്കൗട്ട് ആയാൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ വീണ്ടും അനി നന്ദുവിന് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നന്ദു ഫോൺ എടുക്കുന്നതേ ഇല്ല. അനി വോയിസ് വിട്ടിട്ടും നന്ദു ഫോൺ നോക്കുന്നതേ ഇല്ല കേട്ടോ. എന്താ ഇവള് ഫോൺ എടുക്കാത്തത്? പഴയ പോലെ തന്നെ എന്നോടുള്ള സ്നേഹമൊക്കെ വേണ്ടാന്ന് വെച്ചോ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അവൾ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറും. എന്താ ഇവളുടെ സ്വഭാവം ഇങ്ങനെ? എല്ലാവർക്കും പന്ത് തട്ടുന്നത് പോലെ എന്നെ തട്ടി കളിക്കണം. അങ്ങനെ ഒരുത്തന്നെ ഇനി ഉണ്ടായാലല്ലേ തട്ടാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. എന്നെ കൊല്ലുന്നതിന് തുല്യ അവന്തികയെ ഞാൻ വിവാഹം കഴിക്കുന്നത്. അതിനേക്കാൾ ഭേദം ചാവുന്നത് തന്നെയാ. ഇതും പറഞ്ഞുകൊണ്ട് കടലിന് നേരെ നടക്കാനിട്ടോ അനി. ആ സമയത്താണ് പെട്ടെന്ന് മുന്നോട്ട് വെച്ച കാലി അനി പിന്നോട്ട് എന്നെ വെക്കുന്നത്. അല്ലേനും ഞാൻ എന്തിനാ ആരും അറിയാതെ ചാവാൻ നിൽക്കുന്നത്? എന്തായാലും അവസാനത്തെ തവണ ഒരിക്കൽ കൂടി ഞാൻ നന്ദുവിനെ വിളിക്കും. എന്നിട്ടും അവൾ വരാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അവളുടെയും അച്ഛൻ്റെയും അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ എൻ്റെ ജീവൻ എടുക്കും. ഇതും പറഞ്ഞുകൊണ്ട് അനി നേരെ പോകുന്നത് ഒരു മണ്ണെണ്ണ ഷോപ്പിലേക്കാണ് കേട്ടോ. അതായത് ഒരു സ്റ്റേഷനറി കട. ആ കടയിൽ ഇറങ്ങിയിട്ട് ആ കടക്കാരനോട് ചൂടാവാണ് അനി. എടോ, മണ്ണെണ്ണ ഉണ്ടോ? മണ്ണെണ്ണ ഉണ്ടല്ലോ സാറേ. എന്നാ എടുക്ക്. അല്ല, എത്ര വേണം സാറേ? എത്രയെങ്കിലും എടുക്ക്. അല്ല, മണ്ണെണ്ണയ്ക്ക് കണക്കില്ലേ സാറേ? തന്നോടല്ലേ പറഞ്ഞത് എത്രയാണെന്ന് വെച്ചാൽ എടുക്കുന്നു. സാറേ, എത്ര ലിറ്റർ വേണമെന്നാ ചോദിച്ചത്. ഇവിടെ എത്ര ലിറ്റർ ഉണ്ട്? ഇവിടെ ഒരു 4-5 ലിറ്റർ കാണും. 4-5 ലിറ്റർ കൊണ്ട് ഒരു മനുഷ്യനെ കത്തിക്കാൻ പറ്റുമോ? മനുഷ്യനെ കത്തിക്കാനോ? അതേടോ, മനുഷ്യനെ കത്തിക്കാൻ. ഇയാൾക്കെന്താ വട്ടോ? അയ്യോ, പോലീസിനെ വിളിച്ചാലോ? എടോ, പോലീസിനൊന്നും വിളിക്കണ്ട. എടോ, ഇതെന്റെ വീട്ടിലോട്ടാ. അവിടെ കുറച്ച് ചവറ് കത്തിക്കാനാ. സാറേ, ദേഷ്യത്തിലാണ് പറഞ്ഞതെങ്കിലും എന്റെ നല്ല ജീവൻ അങ്ങ് പോയി സാറേ. എടോ, താൻ വേഗം എടുക്കാൻ നോക്ക്. സാറേ, മനുഷ്യനെ കത്തിക്കാനല്ലല്ലോ. ദേ, കൂടുതൽ ചോദ്യം ചോദിക്കാൻ നിന്നാലേ നിന്റെ ഈ പാട്ടക്കട ഞാൻ അങ്ങ് കത്തിക്കും. അയ്യോ വേണ്ട സാറേ, ഞാൻ ഇപ്പൊ തന്നെ തരാം. ദേ സാറേ, ഇത് 5 ലിറ്റർ ഉണ്ട്, കൊണ്ടുപോക്കോ. ശരി, എത്രയായി? അത് പിന്നെ ദാ ഇത് വെച്ചോ. അയ്യോ സാറേ, ഇത്രയൊന്നും വേണ്ട. എടോ, താനത് വെച്ചോ. അയ്യോ, ഇത് കുറച്ച് അധികമാണ് സാറേ. എന്നാ പിന്നെ താൻ പുഴുങ്ങി തിന്ന്.
അയ്യോ സാറേ മണ്ണെണ്ണ ഇങ്ങ് തന്നെ, തരില്ലെന്ന് പറഞ്ഞില്ലേ, പോടൂ. എന്നാ പിന്നെ ബാക്കി പൈസയെങ്കിലും വാങ്ങിട്ട് പോ സാറേ. ചാവാ നിൽക്കുന്നവന് എന്തിനാടോ ബാലൻസ്, നീ എന്തെങ്കിലും ചെയ്യത്. ഇതും പറഞ്ഞുകൊണ്ട് അയാളെ തട്ടി മാറ്റിക്കൊണ്ട് അനി നേരെ നന്ദുവിന്റെ വീട്ടിലോട്ട് പോവാണ്. ഈശ്വരാ, ഞാൻ എന്ത് പണിയാ ചെയ്തത്, എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കാം, അതാ നല്ലത്. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തുകൊണ്ട് പോലീസിനെ വിളിക്കുന്നത് കേട്ടോ. നന്ദു ആണ് ആ ഫോൺ എടുക്കുന്നത്. ഹലോ സാറേ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താടോ? മേഡം, കുറച്ച് മുമ്പേ ഈ കടയിൽ ഒരാൾ വന്നിരുന്നു മണ്ണെണ്ണ ചോദിച്ചിട്ട്. മണ്ണെണ്ണയോ? ആ ഒരു ചെറുപ്പക്കാരൻ, ഒരു 10-27 വയസ്സ് തോന്നിക്കും. അയാൾ ചാവാൻ ആ മണ്ണെണ്ണ വാങ്ങിക്കൊണ്ടേന്നാ തോന്നുന്നത്. എന്നിട്ട് താൻ അയാളെ പിടിച്ചു വെച്ചില്ലേ? ഞാൻ പിടിച്ചു വെക്കാൻ നോക്കി സാറേ, പക്ഷെ എന്നെ തട്ടി മാറ്റിക്കൊണ്ട് അയാൾ പോയത്. അയാൾ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ സാറേ. ദേ ഹിപ്പ് എന്നെ കടയുടെ മുന്നിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. ശരി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് നന്ദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് അനിയുടെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. അതായത് നന്ദാവനത്തിൽ വന്നിട്ട് അനി കാറ് നിർത്തിയേക്കാണ്. എന്നിട്ട് അനി കയ്യില് മണ്ണെണ്ണയുടെ ക്യാനുമായിട്ട് നേരെ നന്ദാവനത്തിനകത്തോട്ട് കയറിച്ചില്ലാണ്. അപ്പോഴാണെങ്കിലോ കനക കാറിന്റെ ശബ്ദം കേട്ടിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് കനക അനിയെ ശ്രദ്ധിക്കുന്നത്. അനിയുടെ കയ്യിലുള്ള മണ്ണെണ്ണ ക്യാനും. അയ്യോ, അനിയല്ലേ ഇത്? ഗോവിന്ദേട്ടാ. എന്താ കനകെ? ഗോവിന്ദേട്ടാ, ഒന്നിങ്ങ് വന്നേ. എന്താ കനകെ? ഒന്ന് നോക്കിയേ. അനി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ഗോവിന്ദൻ അനിയെയും കാണുന്നത്. അനി അങ്ങനെ ഗോവിന്ദനെയും കനകയുടെ മുന്നിൽ വന്ന് നിൽക്കാണ്. ഇത് കണ്ട കനക ചോദിക്കുന്നുണ്ട്, മോനെ ഇതെന്താ മണ്ണെണ്ണക്കാനൊക്കെ ആയിട്ട്? ആന്റിക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഗോവിന്ദേട്ടാ, എന്താ തോന്നുന്നേ? മോനെ അനി, എന്താ ഇത് മണ്ണെണ്ണക്കാന്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതുമായിട്ട് മോൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വന്ന കാര്യം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പറയാം. ഈ കാര്യവും പറഞ്ഞ് ഞാൻ 2ാമത്തെ തവണ ഇങ്ങോട്ട് വരുന്നത്. ഇടയ്ക്കെൻ്റെ വീട്ടിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വന്നിരുന്നു. പക്ഷേ ഇവിടുന്ന് ചില ആളുകൾ അവരെ പറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. മോനെ അനി, ഞങ്ങൾക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. മോൻ എന്തിനാ ഈ മണ്ണെണ്ണക്കാനുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇങ്ങോട്ട് വന്നിരിക്കുന്നതേ അവസാനമായിട്ട് നിങ്ങളോട് 2 പേരോടും ഒരു കാര്യം ചോദിക്കാനാ. എന്ത് കാര്യം? നന്ദു എടി നന്ദു. പെട്ടെന്ന് അനിയുടെ ശബ്ദം കേട്ടിട്ട് നന്ദു ഡോർ തുറന്ന് പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിൽ മണ്ണെണ്ണക്കാന് കൊണ്ടുപോയ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറ്റി ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ്. അനിയുടെ ശബ്ദം കേട്ടിട്ട് നന്ദു പുറത്തോട്ട് വരാണ്. അയ്യോ, അനി എന്താ ഇവിടെ? വരുന്നുണ്ടല്ലോ. ഇവൾ ഓന്ത് നിറം മാറുന്നത് പോലെ മാറുക. ചില സമയത്ത് അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടാ. എന്നാൽ ചില സമയങ്ങളിൽ ഇവള് പലർക്കും വേണ്ടിയിട്ട് അവളുടെ ഇഷ്ടം അങ്ങ് ത്യജിക്കും. നീ ആരടി ഇത്ര വലിയ നന്മ വരോ? ആ സമയത്ത് നന്ദു ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, അനി എന്താ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം നീ തന്നെ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാ നീ. അങ്ങനെ നീ മറ്റൊരാൾക്ക് ഭാര്യയാകുന്നതും ഞാൻ മറ്റൊരാൾക്ക് പുരുഷനാകുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിന് നീ എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയാനുള്ളത് പറയും. നന്ദുവിന്റെ അച്ഛനും അമ്മയും കേൾക്കാനായിട്ടാണ് ഞാൻ പറയുന്നത്. നന്ദുവിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് ഈ നിമിഷം വരെ. നന്ദുവിന് മാത്രമല്ല, നന്ദുവിനെ എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ എന്തർത്ഥത്തിലാണ് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പിരിക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. പറയൂ. പറയാൻ നിങ്ങൾക്ക് വാക്കുണ്ടായിരിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലേ എൻ്റെ അവസാനത്തെ ചോദ്യം ഞാൻ ചോദിക്കുക. ഈ നിൽക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ എനിക്ക് തരാൻ പറ്റുമോ? നന്ദുവിന് എനിക്ക് തരാൻ പറ്റുമോ? അപ്പ കനക പറയുന്നുണ്ട്, ഇല്ല, നന്ദുവിന് ഒരിക്കലും നിനക്ക് തരില്ല. ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ ആകെ മിണ്ടാതെ നിശ്ചലമായി നിൽക്കാൻ കേട്ടോ. പറ്റില്ല, നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റില്ലല്ലേ? ശരി, നന്ദു ഇല്ലാതെ എനിക്കൊരു ജീവിതവും വേണ്ട. നന്ദു, ഞാനൊരു 2ാം കേട്ടുകാരനാ. ചിലപ്പോൾ ഞാൻ നിന്നെ കെട്ടുന്നത് ഇവർക്കാർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നിന്റെ ലൈഫിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. എല്ലാവർക്കും സന്തോഷാവട്ടെ. ഇന്നത്തോടു കൂടി ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോവാ. മതി, എനിക്ക് ജീവിതം മടുത്തു. ഇതും പറഞ്ഞുകൊണ്ട് അനിയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണെണ്ണ ക്യാനുമായിട്ട് പോവാണ് കേട്ടോ. പെട്ടെന്നാണ് നന്ദു കയ്യിലിരിക്കുന്ന മണ്ണെണ്ണ ക്യാന് ശ്രദ്ധിക്കുന്നത്. അയ്യോ അനി, നിക്ക്. എന്താ ഇനി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം മറന്ന അവന്തികയുടെ കൂടെ ജീവിക്കാൻ മാത്രം നീ എന്നോട് പറയരുത്. അനി, നിന്റെ കയ്യിലിരിക്കുന്നത് മണ്ണെണ്ണയല്ലേ? എന്തിനാന്ന് മനസ്സിലായില്ലേ? എന്നാ കേട്ടോ, ചാവാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇനിയും എനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തു. ഞാൻ തന്നെ ആ ജീവിതം അവസാനിപ്പിക്കാന്ന്. ഇതും പറഞ്ഞുകൊണ്ട് അനി നേരെ പുറത്തോട്ട് ഇറങ്ങി നടക്കാനേ. നന്ദുവിന് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ, അനി പറഞ്ഞത് കേട്ടോ, അവനെ ചെന്ന് പിടിക്കു ഗോവിന്ദേട്ടാ. എന്നാൽ പെട്ടെന്നാണ് ചങ്ക് പൊട്ടിയിട്ട് സഹിക്കാൻ പറ്റാതെ നന്ദു ഓടിപ്പോയിട്ട് അനിയെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നത്. ഇത് കണ്ട കനകയ്ക്ക് ദേഷ്യം വരുന്നത് കേട്ടോ. ഗോവിന്ദേട്ടാ, അവള് ഹെടി നന്ദു. ആ സമയത്ത് ഗോവിന്ദനാണെങ്കിൽ നന്ദുന്റെ കയ്യിൽ മുറുകെ പിടിക്കാനിട്ടോ. വേണ്ട കനകെ,
അങ്ങോട്ട് ചെല്ലണ്ട ഗോവിന്ദേട്ടാ. അതെന്താ? മാറി നിൽക്ക് ഗോവിന്ദേട്ടാ, ഇത് സമ്മതിക്കാൻ പാടില്ല. ഇതും പറഞ്ഞ് കനക പോകുന്ന സമയത്ത് ഗോവിന്ദൻ കനകയുടെ കാരണത്തൊരടി വെച്ചു കൊടുക്കാൻ കേട്ടോ. ഗോവിന്ദേട്ടാ, എന്തിനാ എന്നെ തല്ലിയത്? നിനക്ക് ഇതുപോലെ ഒരു തല്ലിയുടെ കുറവുണ്ടായിരുന്നു. നമ്മൾ എന്താ അച്ഛനും അമ്മയാ? അവര് പരസ്പരം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നോക്ക്. നമ്മുടെ മോളെ കിട്ടിയില്ലെങ്കിൽ ചാവാൻ വരെ തയ്യാറായി നടക്കും അവൻ. നമ്മുടെ മോളും അതുപോലെ തന്നെയല്ലേ? അനിയും അനാമികയുമായിട്ടുള്ള വിവാഹത്തിനന്ന് നമ്മുടെ മോളും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതില്ലേ? അപ്പോഴെങ്കിലും നമ്മൾ അവരുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കണമായിരുന്നു. നമ്മൾ എന്ത് അച്ഛനും അമ്മയെ കനകെ, ഇനി അവരെ തടുക്കാൻ നമ്മൾ പോവണ്ട. അങ്ങനെ ഗോവിന്ദൻ കനകയെ പിടിച്ചു വെക്കാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. നന്ദുവും അനിയുമാണെന്നുണ്ടെങ്കിൽ അവിടെ നന്ദാവനത്തിൽ സോഫയിൽ ഇരിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ കനകയും ഗോവിന്ദനും ഇരിക്കുന്നുണ്ട്. കനകയ്ക്കാണെങ്കിൽ അവരെ കണ്ടിട്ട് ദേഷ്യവും അതുപോലെ തന്നെ വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും അനി നന്ദൂട്ടോ. കനകെ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? മൂർത്തി സാറെ വിളിച്ച് ഞാൻ വിവരം പറയാം. അങ്ങനെ ഗോവിന്ദൻ മൂർത്തി സാറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് കേട്ടോ. ഗോവിന്ദന്റെ കോള് കണ്ടപ്പോ തന്നെ മുത്തശ്ശൻ ആ ഫോൺ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ജയനും അജയനും മുത്തശ്ശന്റെ അടുത്തുണ്ട് കേട്ടോ. ഹലോ ഗോവിന്ദ, എന്തൊക്കെയുണ്ടോ? അപ്പോഴാണ് ഗോവിന്ദൻ നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറയുന്നത്. ഇത് കേട്ടിട്ട് മുത്തശ്ശനാകെ ഞെട്ടാണ്. എന്ത്? എപ്പോ? ഗോവിന്ദ, എന്നിട്ട് എന്റെ കൊച്ചുമോൻ എന്തെങ്കിലും സംഭവിച്ചോ? ആ സമയത്ത് ജയനും അജയനും ചോദിക്കുന്നുണ്ട്. അച്ഛാ, എന്താ അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരി ഗോവിന്ദ, ഞാൻ അങ്ങോട്ട് വരാം, നീ വെച്ചോ. ഇതും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അച്ഛ എന്താ പറ്റിയത്? ജയ, അജയ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എന്താ അച്ഛാ? അജയ, നിന്റെ മോൻ, എന്റെ മോൻ, അച്ഛാ, അവൻ എന്താ പറ്റിയത്? അങ്ങനെ മുത്തശ്ശൻ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ടിട്ട് ജയനും അജയനും ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്തൊക്കെയാ അച്ഛ ഈ കേൾക്കുന്നത്? അയ്യോ, എന്റെ മോൻ. അജയ, ഈ വിവരം ഇപ്പൊ തൽക്കാലം ആരോടും പറയണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് നന്ദാവനത്തിലോട്ട് എത്തണം. അങ്ങനെ ജയനും അജയനും മുത്തശ്ശനും നന്ദാവനത്തിലോട്ട് പുറപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്താൽ ഉടനടി അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.